നമ്മളിൽ പലർക്കും ക്ഷേത്രത്തിലെത്തിയാൽ അവിടെ എന്ത് വഴിപാട് ചെയ്യണം എന്ന് കൺഫ്യൂഷനാണ്. അമ്പലത്തിലെത്തുമ്പോൾ അവിടുത്തെ വഴിപാട് ബോർഡിൽ പോയി മൊത്തം ഒന്ന് വായിച്ചു നോക്കും, എന്തൊക്കെ വഴിപാടാണ് എഴുതിയിരിക്കുന്നത്. എന്താ അവസാനം മൊത്തത്തിൽ കൺഫ്യൂഷനാവും, ഇതിനകത്ത് ഏതാ ചെയ്യേണ്ടത്. എന്നാൽ ഓരോ ക്ഷേത്രത്തിലും മൂർത്തിഭാവം അനുസരിച്ചിട്ട് നമുക്ക് വഴിപാടുകൾ ചെയ്യാം. അവിടുത്തെ പ്രധാന ദേവൻ്റെ അല്ലെങ്കിൽ ദേവതയുടെ വഴിപാടുകളിൽ ഏറ്റവും പ്രധാനമായുള്ളത് അവിടുത്തെ സഹസ്രനാമാർച്ചനയാണ്. അപ്പോൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ദേവൻ്റെ സഹസ്രനാമാർച്ചന ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ സൂക്ത ജപങ്ങൾ, ഭാഗ്യസൂക്തം, സംവാദ സൂക്തം, ശ്രീ സൂക്തം, പുരുഷ സൂക്തം, മേധാസൂക്തം എന്നിങ്ങനെയൊക്കെയുള്ള സൂക്ത ജപങ്ങളുണ്ട്. ഋഗ്വേദ മന്ത്രങ്ങളാണ് ഇവയൊക്കെ. അത് ഏത് ക്ഷേത്രത്തിലെത്തിയാലും കോമൺ ആയിട്ട് നമുക്ക് ഏത് ദേവതയ്ക്കും ചെയ്യാവുന്ന വഴിപാടുകളാണ്. അപ്പോൾ പ്രധാനമായും ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ മന്ത്രജപം നടത്തുമ്പോൾ അവിടുത്തെ ദേവതയ്ക്കും ചൈതന്യം വർദ്ധിക്കുകയും ആ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം നമ്മളിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ പായസാദി വഴിപാടുകളും നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ക്ഷേത്രത്തിലും ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഇനി മുതൽ ആർക്കും ആ ഒരു കൺഫ്യൂഷൻ വേണ്ട.